ഷാരോൺ വധക്കേസിൽ വിധി ഈ മാസം 17-ന് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കഷായം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിലാണ് ഗ്രീഷ്മയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, കേസിന്റെ വിശദാംശങ്ങൾ. വിനോദ്, തിരുവനന്തപുരം പാറശാലയിലാണ് 2022 ശാലിനി കാമുകനെ കഷായം നൽകി കൊലപ്പെടുത്തിയത്. അതിന്റെ വിധിയാണ് ഈ മാസം 17-ാം തീയതി നെയ്യാറ്റിങ്കര സെക്ഷൻസ് കോടതി പറയാനിരിക്കുന്നത്. ഇന്നാണ് അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി നൽകിയാണ് ഗ്രീഷ്മ കൊല്ലാൻ ശ്രമിച്ചത്. ഒക്ടോബർ 17-ാം തീയതി ശ്രമം ഉണ്ടായെങ്കിലും 25-ാം തീയതി ഷാരോൺ മരണപ്പെടുകയായിരുന്നു. ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ. മറ്റ് അമ്മയും അമ്മാവനുമാണ് രണ്ടാമതും മൂന്നാമതും പ്രതികളായി നിൽക്കുന്നത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമ വാദം പൂർത്തിയായിരിക്കുകയാണ്. തുടർന്നാണ് വിധി ഈ മാസം 17-ന് പറയാമെന്ന് നെയ്യാറ്റിങ്കര അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി MM ബഷീറാണ് കേസ് 17-ാം തീയതിയിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. പ്രതിയായ ഗ്രീഷ്മ വിഷം കൊടുത്തതിലും കൊലപാതകത്തിന് മുൻപുമാണ് വിചാരണ നേരിട്ടത്. തെളിവ് നശിപ്പിച്ചതാണ് അമ്മയ്ക്കും അമ്മാവനും എതിരെയുള്ള കേസ്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിന് ശേഷമാണ് വിധി ഈ മാസം 17-ലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും നെയ്യാറ്റിങ്കര സ്വദേശിയായ കാമുകൻ ഷാരോണിനെ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ ഒന്നാം പ്രതിയായ കേസിന്റെ വിധി ഈ മാസം 17-ന് ഉണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ.